ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ കരാറിൽ ആണ് രാജ്യം ഒപ്പുവെക്കാൻ പോകുന്നത്. 3.6 ലക്ഷം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി 114 റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കും. അതോടൊപ്പം അനുബന്ധ സൗകര്യങ്ങളും ഇന്ത്യക്ക് ഈ ഉടമ്പടിയുടെ ഭാഗമായി ലഭിക്കും. ഇന്ത്യയുടെ ആകാശക്കരുത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ നിലവിൽ 36 എണ്ണമാണ് രാജ്യത്ത് ഉള്ളത്. ഈ പട്ടികയിലേക്കാണ് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി കടന്നു വരുന്നത്. ഇന്ത്യയുടെ ആകാശപാതകളിൽ സുരക്ഷ ഒരുക്കുന്ന മറ്റ് നിരവധിയായ യുദ്ധവിമാനങ്ങൾ ഉണ്ട്. സുഖോയ്, ജാഗ്വാർ, ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങൾ ഈ പട്ടികയിൽ വരുന്ന യുദ്ധവിമാനങ്ങളാണ്. എന്തിനാണ് ഇന്ത്യ വീണ്ടും ഒരു കരാറിൽ ഏർപ്പെടുന്നത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നിലവിൽ രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് പരിശോധിക്കുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈനിക കരുത്തുകളിൽ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ തുക ചിലവാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്ത് ആണ് ഉള്ളത്. ഇത് 2023 ആണ് ഇന്ത്യ ഇത്തരം ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും വലിയ തുക പ്രതിരോധ മേഖലയിലേക്ക് മാറ്റിവെക്കുന്നത്? അതിലേക്ക് വിശദമായി കടക്കുമ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണിയാണ് ഇത്തരത്തിലുള്ള കരാറുകളിൽ ഇന്ത്യ ഏർപ്പെടാൻ കാരണം എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചൈനയിൽ നിന്ന് ഉണ്ടാകുന്ന ഭീഷണിയാണ്. 1960 മുതൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്നതാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അടക്കം ചൈനയിൽ നിന്ന് ഉണ്ടായ കടന്നുകയറ്റം വലിയ തോതിൽ പ്രതിപക്ഷം ആയുധമാക്കിയ സാഹചര്യമുണ്ടാകുന്നു. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള MM നരവനെയുടെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. 2020 ഗാൽവായ് തായ്വരയിൽ അടക്കം ഉണ്ടായിട്ടുള്ള ചൈനയിൽ നിന്നുള്ള കടന്നാക്രമണങ്ങൾ വലിയ തോതിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഇനിയും ചൈനയുടെ ഭാഗത്ത് നിന്ന് അത്തരം കടന്നുകയറ്റങ്ങളും ആക്രമണ സാധ്യതകളും ഇന്ത്യ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പലയിടത്തായി ഇപ്പോൾ ചൈന നിരവധിയായ ടെൻറ്റുകൾ സ്ഥാപിക്കുന്നു എന്നതാണ് വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പക്ഷേ ആയുധശാലകൾ പോലും ഇത്തരത്തിൽ ചൈന ഈ ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടാകാം എന്നതാണ്. ചൈനയുടെ പ്രത്യേക സ്വഭാവം നമുക്കറിയാം. ചൈനയുടെ ആയുധ കരുത്തെന്ത്, ആണവശേഷി എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പുറം ലോകത്തിന് അവ്യക്തത നിലനിൽക്കുമ്പോൾ അവിടെ ഏറ്റവും അധികം ആക്രമണ സാധ്യതയുള്ള രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നതാണ് ഈ കരാറിൽ ഏർപ്പെടാൻ ഒരു കാരണം. മറ്റൊന്ന് പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായ സംഘർഷം എപ്പോഴും ഇന്ത്യക്ക് ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകര ആക്രമണം അടക്കം അതിന് ഉദാഹരണമാണ്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആയിരുന്നു മറുപടി നൽകിയത്. അന്ന് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ആണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. തീവ്രവാദ കേന്ദ്രങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു എന്ന് തീവ്രവാദികൾ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ അതിനുള്ള തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ സൈനിക സഹായത്തോടു കൂടിയാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നത് മാത്രവുമല്ല ഇന്ത്യയുടെ ഉത്തരവാദിത്വം, മറിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ഉദാഹരണത്തിന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് വാർ നിലനിന്നിരുന്ന പശ്ചാത്തലം, ഇന്ത്യക്ക് മേൽ അമേരിക്ക അധിക നികുതി ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിരന്തരമായി അമേരിക്കയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ അമേരിക്കയിൽ തന്നെ നേരിട്ട് എത്തി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന് സമാധാന പുരസ്കാരം നൊബേൽ നൽകാനുള്ള ശുപാർശയടക്കം നടത്തി. അപ്പോൾ ഇന്ത്യയുമായി ഏതൊക്കെ രാജ്യങ്ങൾ അഭിപ്രായ ഭിന്നതയിലേക്ക് പോകുന്നുവോ അവിടെയെല്ലാം ആ രാജ്യവുമായി കൂടുതൽ സൗഹൃദം പുലർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കാറുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നയതന്ത്രത്തെ ഇന്ത്യ ഇപ്പോൾ പൊളിച്ചെടുക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ പോലും റഷ്യയുമായി കൂടുതൽ അടുപ്പം പുലർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഒരു പക്ഷേ ഇന്ത്യ റഷ്യ സഹകരണം ദുർബലപ്പെടുന്നുവെങ്കിൽ പാകിസ്ഥാനുമായി കൂടുതൽ സഹകരണത്തിൽ റഷ്യ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. റഷ്യ ഈ ആണവായുധ നിർമ്മാണ രംഗത്തും ആയുധ രംഗത്തുമൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പാകിസ്ഥാന് റഷ്യയിൽ നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകാം. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കരാറിൻ്റെ ഭാഗമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റം എന്നതാണ്. ബംഗ്ലാദേശിലെ ജൻസി പ്രക്ഷോഭത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടതായി വന്നത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ അഭയം പ്രാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്.
ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തന്നെ കുറ്റവാളിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ തിരികെ നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും തിരികെ നൽകിയിട്ടില്ല. ഇതാ ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അവിടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഏറാൻ പോവുകയാണ്. അവിടെയാണ് പുതിയ ഭരണകൂടം, അതായത് നേരത്തെ തന്നെ ബീഗം ഖാലിദാസിയ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പോലും ഇന്ത്യയുമായി ഒരു മികച്ച സൗഹൃദം ആയിരുന്നില്ല പുലർത്തിയത്. ഷെയ്ഖ് ഹസീന മാറി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ പ്രധാന എതിരാളിയായിട്ടുള്ള BNP അധികാരത്തിൽ വരികയും അവിടെ പ്രതിപക്ഷത്ത് ജമാഅത്തെ ഇസ്ലാമി എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ ശക്തി ആർജിക്കാനുള്ള സാധ്യതയാണ് ഇന്ത്യ മുന്നിൽ കാണുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കരാറുകളിൽ ഏർപ്പെടുന്നത്. ഒപ്പം നേപ്പാൾ, ഭൂട്ടാൻ അടക്കമുള്ള ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായുള്ള സൗഹൃദം, ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇന്ത്യയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും ആ രാജ്യത്തെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു എന്നുള്ളതാണ്. ഈ രാജ്യങ്ങൾ നേരിട്ടല്ല എങ്കിൽ പോലും ഈ രാജ്യങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള സാധ്യതയോ നമുക്ക് തള്ളിക്കളയാനില്ല. മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ ആണ്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത് താലിബാൻ ഭരണകൂടമാണ്. താലിബാൻ ഭരണകൂടം വലിയ തോതിൽ വിമർശനം അഫ്ഗാനിസ്ഥാനിൽ നേരിടുന്ന സാഹചര്യമുണ്ട് എങ്കിലും ഇന്ത്യയുമായി മികച്ച സഹകരണം ആണ് താലിബാൻ ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ പശ്ചാത്തലവും ഏത് ഘട്ടത്തിലും മാറിപ്പോകാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ അയൽ രാജ്യങ്ങൾ ഏത് നിമിഷവും ഇന്ത്യക്ക് ഭീഷണിയാകാവുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്.